ആലപ്പുഴ പെരുമ്പളം ദ്വീപ് നിവാസികൾക്കെന്ന് സന്തോഷത്തിന്റെ ദിനമാണ്. അവരുടെ യാത്രാ ദുരിതത്തിന് എന്നേക്കുമായി പരിഹാരമാകുന്നു. വേമ്പനാട്ട് കായലിന് കുറുകെ 1 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ച പെരുമ്പളം പാലം മുഖ്യമന്ത്രി ഇന്ന് നാടിനെ തുറന്നു കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് പെരുമ്പളം ദ്വീപിലാണ് ചടങ്ങ് നടക്കുക. ഉദ്ഘാടനത്തിന് മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ എത്തുമോ എന്ന രാഷ്ട്രീയ കൗതുകവും നിലനിൽക്കുന്നു. അശ്വിൻ പാലാഴി പാലത്തിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. പെരുമ്പോളംകാരെ സംബന്ധിച്ച് പതിറ്റാണ്ടുകളുടെ ആഗ്രഹമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. 1400 മീറ്റർ നീളത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കായലിന് കുറുകെയുള്ള റോഡ് പാലമാണ് ഇന്ന് സർക്കാർ തുറന്നു കൊടുക്കാൻ പോകുന്നത്. 2016 മുതൽ ആരംഭിച്ച ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ആരംഭിച്ച ശ്രമങ്ങളാണ് 2016-ൽ LDF നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനു മുൻപേ തന്നെയും ജനപ്രതിനിധികളടക്കമുള്ള ആളുകളോട് പെരുമ്പളംകാർ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെട്ടിരുന്നത് ഈ പാലം മാത്രമാണ്. അന്നൊന്നും അത് നടന്നിരുന്നു. പിന്നീട് 2016-ൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ഈ നിർമ്മാണ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില ആളുകൾ കേസിന് പോയി. അതായത് കോൺട്രാക്ട് മറ്റ് കരാറുകാർ കേസിന് പോയിരുന്നു. അത് പിന്നീട് വർഷങ്ങളോളം വീണ്ടും കോടതിയിൽ കിടന്നു. പിന്നീട് സർക്കാരും പെരുമ്പളം നിവാസികളുമൊക്കെ ഈ കേസിൽ കക്ഷി ചേരുകയും ആ നിയമപ്രശ്നം പരിഹരിച്ച് പാലം പണി തുടങ്ങിയപ്പോൾ ഏറെ വൈകി. അങ്ങനെ 5 വർഷത്തിന് ശേഷം ആ പാലം പണി പൂർത്തീകരിച്ച് പെരുമ്പളം ദ്വീപിലേക്ക് അവരുടെ ഹൃദയത്തിലേക്കുള്ളൊരു പാലമായ പാലം ഇന്ന് മാറുകയാണ്. അവരെ സംബന്ധിച്ച് വലിയ നടുക്കുന്ന ഓർമ്മകൾ തന്നെയാണ് ഈ ഭൂതകാലത്തിലുള്ളത്. കാരണം പാലമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ അവർ ഏറെ വർഷങ്ങൾ നേരിട്ടിരുന്നു. അവർക്ക് കരയിലേക്ക് എത്തണമെങ്കിൽ വള്ളങ്ങളും ജങ്കാറുകളും മാത്രമാണ് അന്ന് ആശ്രയമായി ഉണ്ടായിരുന്നത്. അങ്ങനെ നിരവധി ആളുകൾ ഈ അപകടപ്പെട്ട് മരിച്ചിട്ടുണ്ട്. പല ആവശ്യങ്ങളും ഈ ബോട്ടിൽ പ്രസവിച്ച കഥ വരെ നമ്മൾ കേട്ടതാണ്. അങ്ങനെ ആ ഒരു ദുഃഖങ്ങളുടെ ഭൂതകാലത്തിനാണ് ഇന്ന് അറുതിയാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1400 മീറ്ററോളം നീളത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലിന് കുറുകെ പാലമായി ഇന്നത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 11 മണിക്ക് ആ പാലം ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിലെ രാഷ്ട്രീയ കൗതുകം ജി സുധാകരൻ ആ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. കാരണം 2016-ൽ ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രി ആയിരിക്കെ ഈ പാലത്തിന്റെ നടപടികൾ പൂർത്തീകരിച്ച് വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് ആ പാലത്തിന് ഒരു ജീവൻ നൽകുന്നത്. അങ്ങനെ അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ അദ്ദേഹം നേരത്തെ ഉയർത്തിയതാണ്. എന്തായാലും ആ പരാതികൾ പരിഹരിക്കാനായി കഴിഞ്ഞ ദിവസം ടൂറിസം വകുപ്പും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് തന്നെ അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ചിരുന്നു. പക്ഷേ ആരോഗ്യപരമായ കാരണങ്ങളാൽ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം വീണ് കാലിന് പരിക്കേറ്റ് ഇരിക്കുകയാണ്. നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. അതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയില്ല എന്നത് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പാർട്ടിയൊക്കെ അനുനയിപ്പിച്ച് ഈ പരിപാടിയിലേക്ക് വരണമെന്ന് അദ്ദേഹത്തെ നിർബന്ധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് അദ്ദേഹം അതിൽ പങ്കെടുക്കുമോ എന്നുള്ളത് ആകാംക്ഷയെ തുടരുകയാണ്. ജി സുധാകരൻ അതിലൊരു പുതുക്കിയ മറുപടി ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും അന്ന് ജി സുധാകരൻ പലപ്പോഴേ പറഞ്ഞിട്ടുണ്ട് കേവലം 10,000-നടുത്ത് മാത്രമാണ് പെരുമ്പളം ദ്വീപിലെ ജനസംഖ്യ. ആ 10,000 ആളുകൾക്ക് വേണ്ടി 106 കോടി രൂപ ചെലവിലാണ് ഈ പാലം നിർമ്മിക്കുന്നത് എന്നുള്ളതും ഈ സമീപകാല ചരിത്രത്തിലൊന്നും നമ്മൾ കേൾക്കാത്തൊരു കാര്യമായൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കാരണം ഈ 10,000 ആളുകൾക്ക് വേണ്ടി കിഫ്ബി ഫണ്ടിൽ നിന്ന് 106 കോടി രൂപ മുടക്കി ഒരു പാലം പണിയുക എന്നുള്ളത് ഒരു പുതുമയുള്ള ജനകീയമായ ഇടപെടൽ കൂടിയാണ് എന്നുള്ളത് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും 11 മണിക്ക് മുഖ്യമന്ത്രി അവിടേക്ക് എത്തും. പിന്നാലെ ജി സുധാകരൻ വരുമോ എന്നുള്ള രാഷ്ട്രീയ ആകാംക്ഷ കൂടി ഇന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.